അതിന് കർട്ടൻ വീണിരിക്കുന്നു. ഈ ഗവൺമെൻറ് ഒരു ഗുണ്ടകളുടെയും പ്രവർത്തനത്തെ അനുവദിച്ചു കൊടുക്കില്ല. ജനങ്ങൾക്ക് വേണ്ടത് സ്വൈര ജീവിതമാണ്. ആ സ്വൈര ജീവിതം ഉറപ്പാക്കിയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല, ഈ ഗവൺമെൻറ്റിൻ്റെ ചുമതല. അതുകൊണ്ട് ഗുണ്ട എവിടെയുണ്ടെങ്കിലും ആ ഗുണ്ടാപ്പണി നിർത്തിക്കൊള്ളുക. നിയമപാലകർ അവരുടെ പിന്നിലുണ്ടാകും. അതുകൊണ്ട് ഇന്നലെ ആകാശത്ത് വെടിവെച്ച് ഗുണ്ടയെ പിടിച്ചെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അതാണ് വേണ്ടത്. ജനങ്ങളുടെ ജീവിതം സ്വൈര്യമായി മുന്നോട്ട് കൊണ്ടുപോകുക, ക്രമസമാധാന നില പാലിക്കുക. ഗുണ്ടകളല്ല, പോലീസുകാരുണ്ട് നിയമം പാലിക്കാൻ, അതിന് ഗുണ്ടകളല്ല വേണ്ടത്. ഒരു സംശയവും വേണ്ട, അത്തരം ഗുണ്ടകൾക്ക് യാതൊരു വിധത്തിലും സ്വൈര്യ ജീവിതത്തെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആലപ്പുഴയിലെ കുപ്രസിദ്ധ രക്ഷാപ്രവർത്തന അത് പറഞ്ഞു മോളെ. സർക്കാർ മേൽക്കോടതിയിൽ ജാമ്യത്തിന് പോകുമോ? അത് പോലീസ് സർക്കാർ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. DGP ആയിട്ടും AG ആയിട്ടും DGP ആയിട്ടും ആലോചിച്ച് അവർ സത്വര നടപടികൾ സ്വീകരിക്കും. എവിടെ? അല്ല, ഒരു കാര്യം ഞാൻ പറയാം, അങ്ങനെയൊന്നും പോലീസിന്റെ മനോവീര്യത്തെ തകർക്കണ്ട. ഒരു പ്രതിയെ ചെന്ന് പിടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ആളുകൾ കൂടി പോലീസിനെ തടസ്സപ്പെടുത്തുന്ന നടപടി ശരിയാണോ? ആരും തോക്കുന്നു അങ്ങനെയൊന്നും സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, ഗുണ്ടകളല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഗുണ്ടകളും കാപ്പാപ്രതികളും സ്വൈരവിഹാരം നടത്താമെന്ന് വിചാരിക്കേണ്ട. അതൊക്കെ നിയന്ത്രിക്കാൻ പോലീസ് ഇവിടെ ഉണ്ട്. അതിന് കള്ളക്കഥകൾ മെനഞ്ഞ് പോലീസിന്റെ ആത്മവീര്യം തകർക്കാൻ അനുവദിക്കില്ല. ആരാണ്? BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും അവർ നിയമം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. നിയമം ആര് പറഞ്ഞാലും ശരി, നിയമത്തിന്റെ വഴിക്ക് പോകും. അതുകൊണ്ട് അത് പോലീസ് നോക്കിക്കോളൂന്നേ. അത് അല്ലെ കോടതി ചോദ്യം ചെയ്യാമല്ലോ. ഇതൊക്കെ കോടതിക്ക്, പോലീസിന്റെ എല്ലാ ആക്ഷനും കോടതിയുടെ നിരീക്ഷണത്തിലും സ്കൂട്ടണിക്കും വിധേയമാണ്. അതൊക്കെ പോലീസും കോടതിയും നോക്കിക്കോളും. അല്ല, കോർപ്പറേഷൻ ഭരണം ആര് അട്ടിമറിക്കാനാണ്? അവരെ ഭരിച്ചോട്ടെ, അതിനാൻ എതിർപ്പുണ്ടോ ആർക്കേലും? പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നാട്ടിൽ സമാധാന ജീവിതം ഉറപ്പുവരുത്തുവാനുള്ള സർക്കാരിന്റെ പോലീസിന്റെ ചുമതലയാണ്. അത് ഞങ്ങൾ നടപ്പാക്കും. എന്തായാലും മുഖം നോക്കാതെ ആയിരിക്കും ഇനി അങ്ങോട്ട് പോലീസിന്റെ നടപടികൾ എന്നാണ് ഇത്തരം ആക്ഷനിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത്. എന്തായാലും ഒരു മാസത്തിലേറെയായിട്ട് പോലീസിനെ വെട്ടിച്ച് ഒളിവിലായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ വായോട്ടുകോണം വാർഡ് കൗൺസിലറാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലാകുന്നത്. സുഗതനെ ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെയൊക്കെ അടുപ്പിച്ച് വൻ നാടകീയ രംഗങ്ങളോടുകൂടെ സിനിമാ സ്റ്റൈലിൽ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സുഗതൻ രഹസ്യമായി വാഴോട്ടുകോണത്തെ സ്വന്തം വീട്ടിൽ എത്തിയിട്ടുണ്ടെന്ന കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വട്ടിയൂർക്കാവ് SHO വിപിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം സ്ഥലത്തെത്തുന്നത്. എന്നാൽ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ BJP പ്രവർത്തകർ കൂട്ടത്തോടെ എത്തി പോലീസിനെ 4 ഭാഗത്തു നിന്നും വളയുകയും പ്രതിയെ മോചിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു. പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതിഷേധമുണ്ടായതിന്റെ സാഹചര്യത്തിൽ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ വട്ടിയൂർക്കാവ് SHO വിപിൻ തന്റെ സർവീസ് റിവോൾവർ ഉപയോഗിച്ച് ആകാശത്തേക്ക് വെടിയുയർത്തുകയായിരുന്നു. ജനവാസ മേഖലയിൽ പെട്ടെന്നുണ്ടായ വെടിവെപ്പിൽ പരിഭ്രാന്തയായിട്ടുള്ള BJP പ്രവർത്തകർ 4 പാടും ചിതറി ഓടിയതോടെ പോലീസിന് സുഗതനെ സാഹസികമായിട്ട് കസ്റ്റഡിയിലെടുക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചു. തുടർന്ന് വൻ പോലീസ് സന്നാഹത്തോടെ അകമ്പടിയോടെയാണ് വട്ടിയൂർക്കാവ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കായിട്ട് വിധേയനാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. ഇതെല്ലാം സുഗതന്റെ കുടുംബം നിഷേധിച്ചിരിക്കുകയാണ്. പോലീസിനെതിരെ ഭാര്യ ആരോപണമുയർത്തിയ രംഗത്തുണ്ട്. പോലീസ് നടപടിക്കെതിരെ മേയർ VV രാജേഷ് അടക്കം രംഗത്ത് വന്നു കഴിഞ്ഞു. ഇതിനു പിന്നാലെയാണ് ചെന്നിത്തല പോലീസിനെ പിന്തുണച്ച് രംഗത്തെത്തുന്നത്. കഴിഞ്ഞ മാർച്ച് 22-ാം തീയതി കടയിൽ മുടമ്പ് ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിനിടെ വെള്ളക്കടവിൽ വച്ചാണ് പുള്ളിയറക്കോണം കുളുമല സ്വദേശിയായിട്ടുള്ള പ്രശാന്ത് എന്ന് പറയുന്ന യുവാവിനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതിയായി എന്ന് പറയുന്ന നിലവിൽ പിടിയിലായിട്ടുള്ള കൗൺസിലർ സുഗതൻ ഒളിവിൽ പോകുന്നത്. പ്രശാന്ത് CPM പ്രവർത്തകനാണ്. ഉത്സവം അലങ്കോലപ്പെടുത്താൻ പ്രശാന്ത് ശ്രമിച്ചു എന്നും ഇതിനിടെ സുഗതൻ എത്തിയെന്നുമാണ് റിപ്പോർട്ടുകൾ. ഈ കേസിൽ പ്രതിയായതിനെ തുടർന്ന് സുഗതൻ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നുവെങ്കിലും അത് തള്ളിയതോടെ ഒളിവിൽ പോവുകയായിരുന്നു. രാഷ്ട്രീയ സ്വാധീനത്തിന്റെ ബലത്തിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പോലീസിന് കഴിഞ്ഞത് ആഭ്യന്തര വകുപ്പിന്റെ കർശനമായ നിലപാടുകൾക്ക് കാരണമാണെന്ന് വിലയിരുത്തപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ വരുന്നത്. സംസ്ഥാനത്ത് ആക്രമണങ്ങളും ഗുണ്ടാവിളയാട്ടങ്ങളും നടത്തുന്ന എല്ലാതരം സാമൂഹിക വിരുദ്ധർക്കും എതിരെ കടുത്ത നടപടികളുമായിട്ട് മുന്നോട്ടു പോകുന്ന പോലീസ് സേനയ്ക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഗുണ്ടാ സംഘങ്ങളും ലഹരി മാഫിയകളെയും വിട്ടുവീഴ്ചയില്ലാതെ അടിച്ചമർത്താൻ പോലീസിന് ആഭ്യന്തര വകുപ്പ് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. നിയമം കയ്യിലെടുക്കാനുള്ള
കയ്യിലെടുക്കാനും സംസ്ഥാനത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനും ശ്രമിക്കുന്ന ശക്തികൾ ഏത് പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ്. കഴിഞ്ഞ 10 കൊല്ലത്തെ ഗുണ്ടാവിളയാട്ടങ്ങളുടെ കാലം കഴിഞ്ഞെന്നും ഇനി ക്രമസമാധാന ലംഘനം നടത്തുന്നവർ ആഭ്യന്തരമന്ത്രിയെ ഭയപ്പെടേണ്ടി വരുമെന്ന നിലയിലാണ് ഈ നടപടിയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തെ ക്രമസമാധാന നില കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സ്ഥിരം കുറ്റവാളികൾക്കെതിരെ കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് പ്രൊവിഷൻ ആക്ട് പ്രകാരമുള്ള മുൻകരുതൽ തടങ്കൽ ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകൾ ചുമത്താൻ ആഭ്യന്തര വകുപ്പ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഗുണ്ടാ സ്ക്വാഡുകളുടെ പ്രവർത്തനം എല്ലാ ജില്ലകളിലും കൂടുതൽ കാര്യക്ഷമമാക്കാനും തീരുമാനമായി. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ അനാവശ്യ ഇടപെടലുകളും അനുവദിക്കില്ലെന്നും ജനങ്ങളുടെ സുരക്ഷയ്ക്കാണ് സർക്കാർ പ്രാഥമിക പരിഗണന നൽകുന്നതെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചു. വട്ടിയൂർക്കാവിൽ നിയമം കയ്യിലെടുക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടയുന്നതിന്റെ പ്രത്യേക കേസെടുക്കണം എന്നുള്ള നിർദ്ദേശമുണ്ട്. വരും ദിവസങ്ങളിൽ രാത്രികാലങ്ങളിൽ പോലീസ് പട്രോളിംഗും സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളിലുള്ള വാഹന പരിശോധനകളും എല്ലാം നഗരങ്ങളിലും കർശനമായി തുടരുമെന്നാണ് സൂചന. പോലീസ് തലപ്പത്തുടൻ തന്നെ നടക്കാനിരിക്കുന്ന വലിയ രീതിയിലുള്ള അഴിച്ചുപണികൾ പൂർത്തിയാകുന്നതോടെ ഗുണ്ടകൾക്കെതിരെയുള്ള ആഭ്യന്തരമന്ത്രിയുടെ പിടിമുറുക്കൽ കൂടുതൽ ശക്തമാകുമെന്ന് ചുരുക്കം. കഴിവുള്ളതും നിഷ്പക്ഷവുമായിട്ട് പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ പ്രധാന സ്റ്റേഷനുകളിലും സ്ക്വാഡുകളിലും നിയമിക്കുന്നതിലൂടെ പോലീസിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗത കൈവരിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് നടപടികൾ കൈക്കൊള്ളുന്നത്. അക്രമികളോട് മൃദു സമീപനം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയും ആഭ്യന്തര വകുപ്പിൽ നിന്ന് ലഭ്യമാകുന്നു. കേരളത്തെ പൂർണ്ണമായും ഒരു സമാധാന അന്തരീക്ഷമാക്കി മാറ്റുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പോലീസിന് അതിനുവേണ്ടിയുള്ള ആത്മവീര്യം ഉയർത്തുന്ന പ്രഖ്യാപനങ്ങൾ മന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്നു എന്നതും ശ്രദ്ധേയം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിയമപരമായ ആയുധം ഉപയോഗിക്കേണ്ടി വന്നാൽ അതിൽ നിന്നും പിന്നോട്ട് പോകരുത് എന്നുള്ള നിർദ്ദേശം താഴെത്തട്ടിലുള്ള പോലീസുകാർക്കും വലിയ ആത്മവിശ്വാസം നൽകിയിരിക്കുകയാണ്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ കൃത്യനിർവഹണം നടത്തുന്ന ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണ സംരക്ഷണം നൽകാൻ സർക്കാർ തയ്യാറാകുന്നത് സേനയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നാണ് ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെടുന്നത്. തലസ്ഥാന നഗരിയിലെ ഗുണ്ടാ ശൃംഖലകളെ പൂർണ്ണമായി തകർക്കുന്നതിനായി ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ അടുത്ത ഘട്ടം വരും ദിവസങ്ങളിൽ ആരംഭിക്കുമെന്നും സൂചനയുണ്ട്. ഇതിന്റെ ഭാഗമായി റൌഡി ലിസ്റ്റിൽപ്പെട്ട ആളുകളുടെ നിലവിലത്തെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും ലഹരി ഇടപാടുകളെക്കുറിച്ചും ഇന്റലിജൻസ് വിഭാഗം പ്രത്യേക അന്വേഷണം നടത്തിവരികയാണ്. പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഈ സംയുക്തമായിട്ടുള്ള കർശന ഇടപെടലിലൂടെ സംസ്ഥാനത്തെ ഗുണ്ടാ വിളയാട്ടങ്ങൾക്ക് അറുതി വരുത്താൻ സാധിക്കുമെന്നാണ് പൊതുസമൂഹവും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആഭ്യന്തര വകുപ്പ് ശക്തമായിട്ടുള്ള നടപടികളിലൂടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു നാടകീയ രംഗത്തിലൂടെ വ്യക്തമായിരിക്കുന്നത്. സിനിമാ സ്റ്റൈലിനേക്കാളും അപ്പുറത്തേക്കായിരുന്നു പോലീസിന്റെ നടപടികൾ. അതിന്റെ ചില ദൃശ്യങ്ങളിലേക്കൂടെ മനസ്സിലാക്കുന്നത് അവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നില്ല. നമ്മുടെ നിൽക്കുന്ന 3 പേര് എത്തിക്കന്മാരാണ്. സമീപത്തെ സ്റ്റേഷനിലുള്ള എത്തിക്കന്മാരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അതുപോലും വകവയ്ക്കാതെയാണ് ഈ പോലീസ് സംഘം താൻ ഇത്തരത്തിൽ ഐസൊലേഷനിൽ കഴിഞ്ഞിരുന്ന വീട്ടിൽ അതിക്രമിച്ച് കയറി തന്നെ അറസ്റ്റ് ചെയ്തത്. അതുപോലെ തനിക്ക് നേരെ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ അത് യഥാർത്ഥത്തിലുള്ള പ്രശ്നമല്ല. താൻ അന്ന് സംഘർഷം ഉണ്ടാക്കിയപ്പോൾ ഈ സംഘർഷം ഉണ്ടാക്കിയവരെ ഫ്രണ്ട് റൈറ്റ് ഓക്കെ ഡോറിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ കണ്ടതാണ്ട്
അറിയേണ്ടതില്ല. ഈ വിവിധ കേസുകളുമായി മെഡിക്കൽ എടുക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ വൈദ്യുതി പരിശോധനയ്ക്കായി ചുവടുങ്ങ പോലീസ് സ്റ്റേഷനിൽ നിന്നും ആശുപത്രിയിൽ കൊണ്ടുപോവുകയാണ്. പേരൂർക്കര ആശുപത്രിയിലേക്ക് എത്തിച്ച് വൈദ്യുതി പരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയും ഇതുപോലെ പ്രതിഷേധത്തിനുള്ള സാഹചര്യം ഇതിൻ്റെ അനുയായികൾ വന്ന് ഇടപെടാനുള്ള സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്ര വലിയ സുരക്ഷാ സംവിധാനം ലഭിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ അകത്തും പുറത്തും നിറയെ വാഹനങ്ങളാണ് പറയുന്നവരും അത്തരത്തിൽ മറ്റ് അതായത്